തന്നെ നോക്കൂ, എത്ര കൊടികളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും. ഒരേ ഫ്രെയിമിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികൾ നമുക്ക് കാണാൻ കഴിയും. ആ തരത്തിൽ വലിയ ആവേശം നിറച്ചുള്ള ആഘോഷം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ആകാശ കാഴ്ചയാണ്. അവിടെ കാവടിയാട്ടം കാണാം. കുടമാറ്റമില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഏത് കുടയാണ് മാറുക എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാം. ലീലാകൃഷ്ണന്റെ വേദിയിൽ VS സുനിൽകുമാറിനൊപ്പം പുലികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മോദി അവിടെ പ്രചാരണത്തിന് വന്നപ്പോൾ മോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത കുടവയറിൽ മോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത പുലികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തൃശ്ശൂരിന് ഈ പറയുന്ന പൂക്കാവടിയും പുലിയും ഒന്നുമില്ലാതെ എന്താഘോഷം. ഇത്തവണ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നിന്നുള്ള വോട്ടിന് കിറ്റ്, അതുപോലെ ഹിന്ദു MLA ഇല്ല എന്നുള്ള ഗോപാലകൃഷ്ണന്റെ ഈ കൊട്ടിക്കലാശത്തിലെ ദൃശ്യങ്ങൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും നല്ല നർത്തകരാരാണ് എന്ന് ചോദിച്ചാൽ പറയാമെന്ന് ഇതുവരെ വന്നിട്ടുള്ളൂ. അല്ലല്ലേ, വി ഗോപാലകൃഷ്ണന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ നൃത്തം വൈറലായിരുന്നു ഡോക്ടർ സുനിൽ. അല്ല, ഞാൻ പറഞ്ഞത് ഇതുവരെ വന്നത് NMR മാത്രമാണ്. വി ഗോപാലകൃഷ്ണന്റെ നൃത്തത്തിനായി നമ്മൾ കഴിയുമ്പോൾ ഒരുപക്ഷെ സമൂഹ മാധ്യമത്തിൽ വരും. ഒരേ സ്ക്രീനിൽ നമുക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടത്തു നിന്നുമുള്ള പ്രചാരണ ദൃശ്യങ്ങൾ, കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആദിൽ പാലോടിലേക്ക് നമുക്ക് പോകാം. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനൊപ്പമാണ് ആദിൽ പാലോടുള്ളത്. അതിൽ കൊച്ചിയിലെ മത്സരം കടുക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. നേരത്തെ LDFന്റെ സ്ഥാനാർത്ഥി DCC പ്രസിഡന്റാണ് മത്സരിക്കുന്നതെങ്കിലും വലിയ കാര്യമില്ല എന്നാ പറഞ്ഞത്. ഷിയാസ് എന്താ പറയുന്നേ? കേരളത്തിൽ അധികാരത്തിൽ വരും. എങ്ങനെയുണ്ട് ജിൻഡോ? കൊച്ചി ഞങ്ങൾ ഇപ്രാവശ്യം നോക്കും. 10 കൊല്ലത്തിന് ശേഷം മുഹമ്മദ് ഷിയാസ് കൊച്ചിയുടെ MLA. ഭയങ്കര ആവേശത്തിലാണല്ലോ എല്ലാവരും. അതെ, പോസിറ്റീവാണ്. മാക്സി പറയുന്നത് ഷിയാസ് ഒരു സ്വാധീനം ഉണ്ടാക്കില്ലെന്നാ. ഇത് കണ്ട പോലെ ഇന്ന് കൊച്ചി ഞങ്ങൾ കളയ്ക്കും മാറിക്കില്ലേ. 4-ാം തീയതി വോട്ടെടുക്കുമ്പോ കൊച്ചിയുടെ MLA വരും മുഹമ്മദ് ഷിയാസ്. അതാണ് വലിയ. ഷിയാസിനൊന്നും ശബ്ദമില്ല. അത് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100 വയസ്സ് പിന്നിട്ട വോട്ടർമാരുമുണ്ട്. 1571 വോട്ടർമാരാണ് 100 വയസ്സ് പിന്നിട്ടവരായി ഇത്തവണയുള്ളത്. SIRന് ശേഷം വന്ന കേരളത്തിലെ വോട്ടർ പട്ടികയിൽ 1571 വോട്ടർമാർ അങ്ങനെയുണ്ട്. അങ്ങനെ തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ, ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ്. അതിന്റെ വലിയ ആവേശമാണ് കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ ഒരിക്കൽ അറിഞ്ഞു തുടങ്ങിയാൽ മരിക്കുവോളം മനുഷ്യർക്കുണ്ടാകുന്ന ആവേശങ്ങളിൽ ഒന്നാണ് രാഷ്ട്രീയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. നല്ല അലിക്കത്തൊക്കെയിട്ട് ഒരു ഉമ്മ വോട്ട് ചെയ്യാൻ വന്നൊരു കാഴ്ച ഓർക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചില കുട്ടികൾ, പ്രായമായ ചിലരൊക്കെ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകുന്നത് നല്ല മൊമെന്റുകളാണല്ലോ സമ്മാനിക്കുക. അങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ, എന്തെങ്കിലും തരത്തിലുള്ള വിഭജനത്തിന്റെ വ്യത്യാസങ്ങളില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് അണിചേരുന്ന മനുഷ്യരുടെ ആഘോഷ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നേമത്ത് KS ശബരിനാഥന്റെ പ്രചാരണ ദൃശ്യങ്ങൾ, കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പറവൂരിൽ നിന്ന് VD സതീശന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കളമശ്ശേരിയിൽ നിന്ന് P രാജീവിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പാലായിൽ നിന്ന് ജോസ് കെ മാണിയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും സമസ്ത മേഖലകളിലും 140 മണ്ഡലങ്ങളിലും ആഘോഷ കാഴ്ച. അത് നോക്കൂ, DJ വിനോദ കുതിരപ്പുറത്താണ് കൊട്ടിക്കലാശത്തിന്റെ വേദിയിലേക്ക് എത്തുന്നത്. ഇപ്പൊ കുതിരപ്പുറത്തല്ല, ആനപ്പുറത്താണെങ്കിലും ഒട്ടകപ്പുറത്താണെങ്കിലും എവിടെയും കയറും സ്ഥാനാർത്ഥികൾ. അതെ, അവസാന നിമിഷമാണ്. അങ്ങനെ കുതിരപ്പുറത്തും സ്ഥാനാർത്ഥികളെത്തി വോട്ടർമാരെ ആകർഷിക്കാൻ, വോട്ടർമാർക്ക് ആവേശം പകരാൻ, അണികൾക്ക് ആവേശം പകരാൻ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ കുതിരപ്പുറത്തും സ്ഥാനാർത്ഥികൾ എത്തുകയാണ്. മാധു പറഞ്ഞതുപോലെ ആനപ്പുറത്ത് വേണമെങ്കിലും വരും. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ ആവേശ കാഴ്ചകൾ തന്നെയാണ്. തിരുവനന്തപുരത്ത് ക്രെയിനിന് മുകളിൽ കയറിയാണ് സ്ഥാനാർത്ഥികൾ. കൊട്ടിക്കലാശവേദിയിലും ഒരു ക്രെയിൻ ഉണ്ട്. ക്രെയിനിൽ സ്ഥാനാർത്ഥികൾ കയറി നിൽക്കുക, ഏറ്റവും മുകളിലേക്ക് വർണ്ണ ബലൂണുകളുമായി പറന്നു പോകുക എന്നത് എല്ലാ കൊട്ടിക്കലാശത്തിനെയും ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ ഒരു സ്ഥിരമായി മാറിയിരിക്കുന്ന ഒന്നാണ്. ആദ്യമൊക്കെ അതൊരു വലിയ അത്ഭുതമായിരുന്നു. 30 മിനിറ്റ് സമയം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഈ ഒരു പരസ്യപ്രചാരണത്തിൻ്റെ അവസാനത്തിനായി. ആ 30 മിനിറ്റ് സമയത്തിനുള്ളിൽ
പരമാവധി ആവേശം കുട്ടിക്കയറുകയാണ്. ഇപ്പോൾ ശബരിനാഥനെ നമുക്ക് കാണാൻ കഴിയും, അതുപോലെ വി ഡി സതീശനെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാണാൻ കഴിയും. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ ഇപ്പോൾ ഈ ഒരു എല്ലാ കൊട്ടിക്കലാശ നഗരികളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് സായികുമാറിലേക്ക് പോകാം. സായികുമാർ, എങ്ങനെ പുരോഗമിക്കുന്നു കൊട്ടിക്കലാശം? ഇനി 30 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് ഈ പരസ്യപ്രചാരണം അവസാനിക്കാൻ. തീർച്ചയായും സുനിൽ, ഇനി വെറും അരമണിക്കൂർ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തകർക്കും അവരുടെ കയ്യിൽ പരസ്യ പ്രചാരണത്തിനായുള്ളത്. ആ അവസാന നിമിഷം അത്യന്തം ആവേശകരമായി തന്നെ അവർ കൊണ്ടാടുകയാണ്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ പല വിൻഡോകളിലായി ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. എങ്ങും വർണ്ണക്കൊടികൾ, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ കൊണ്ട്, ബലൂണുകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നു. അത്യന്തം ആവേശകരമായി ഈ 25 ദിവസം നമ്മൾ കണ്ട പ്രചാരണത്തിൻ്റെ വീറും വാശിയും എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള കൊട്ടിക്കലാശം തന്നെയാണ് കാണുന്നത്. അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് പോകുന്നു. ഇനി അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഈ കൊട്ടിക്കലാശം അവസാനിക്കും, പരസ്യ പ്രചാരണം അവസാനിക്കും. പിന്നെ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. മറ്റന്നാൾ കേരളം വിധി എഴുതുകയും ചെയ്യും. അപ്പോൾ ഇനിയുള്ള സമയം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അത്യന്തം നിർണായകമാണ്. അവരുടെ അവസാന വോട്ടുറപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ്. അതിന് മുന്നോടിയായുള്ള ഈ കൊട്ടിക്കലാശം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും കളറാക്കുകയാണ്. എല്ലാ തെരുവുകളിലും ഇപ്പോൾ പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം എത്രത്തോളം ഉണ്ട്, ആ ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ വോട്ട് ചെയ്യാനുള്ള പ്രായമെത്താത്ത കുട്ടികൾ മുതൽ, നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രായമുള്ള ആളുകൾ വരെ ഉണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുകയാണ്. ആഘോഷപൂർവ്വം അവർ ഈ കൊട്ടിക്കലാശം കൊണ്ടാടുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരിടത്ത് ഒത്തുചേർന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ പേരാവൂരിൽ നിന്നുള്ള കാഴ്ചയാണ്. കെ ശൈലജയുടെ കൊട്ടിക്കലാശ നഗരിയിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെയാണ് പേരാവൂരിൽ മുൻ ആരോഗ്യമന്ത്രിയായ കെ ശൈലജ അവിടെ മത്സരിക്കുന്നത്. ഒരു A ക്ലാസ് മണ്ഡലമായി എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം. അവിടെയും വലിയ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ്. അവിടെ